ഈ വണ്ടിക്ക് ഹെഡ് ലാമ്പ് ഇല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, കാരണം ഹെഡ് ലാമ്പ് കാണാമല്ലോ. പക്ഷേ ഈ വണ്ടിക്ക് ഹെഡ് ലാമ്പ് ഉണ്ട്. അതിങ്ങനെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഇത് ഏതാണ് വണ്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1979 മോഡൽ ലിങ്കൺ കോണ്ടിനെന്റൽ എന്ന് പറയുന്ന മോഡലാണ്. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്തെ റോൾസ് റോയ്സ് പോലത്തെ ഒരു ഗ്രിൽ യൂണിറ്റ് കാണാം. ഇവിടെ വൈ കാണാം. ഇത് ആക്ച്വലി യൂസഫ് ബായ് എന്ന് പറഞ്ഞ പെർഫ്യൂം മേക്കറിന്റെ വണ്ടിയാണ്. അതിന്റെ ലോഗോ ആണ് കൊടുത്തേക്കുന്നത്. ഈ ബമ്പർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബമ്പർ യൂണിറ്റ് ആട്ടോ. അതേപോലെ തന്നെ ഡിസൈൻ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയാൽ ഇതാണ് ഇൻഡിക്കേറ്ററിന്റെ ഭാഗം കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണ് വന്നേക്കണേ. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 ഇഞ്ച് വീലുകളാണ്. സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ ഇത്രയും നീളമുള്ളതാണ്. 4 ഡോർ ആണ്. ഭയങ്കര നീളമുള്ള വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് പരസ്പരം കണക്റ്റിംഗ് ടൈൽ ലാമ്പ് അന്ന് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഈ ലോഗോ ഈ ലോഗോ കൊണ്ട് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ കീട്ട് തുറക്കാനുള്ള ഫെസിലിറ്റി വരും. ഇത് വെച്ചിട്ട് നമുക്ക് ബൂട്ട് സ്പേസിനെ അൺലോക്ക് ചെയ്യാൻ പറ്റും. 5 ആളോ 6 ആൾക്കോ കിടക്കാൻ പറ്റിയ തരത്തിലുള്ള വലിയ ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്തുള്ളത്. ആ ആന്റിന ഉണ്ടോ, അത് സ്റ്റിൽ ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോക്കിയാ പവർ വിൻഡോ, മിററിന്റെ കൺട്രോൾ ഒക്കെയും നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. നോക്കിയാ അടിപൊളി. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം ഹോഡ്, ഈ ഭാഗം ക്രൂസ് കൺട്രോൾ. ഇവിടെ നമുക്ക് ക്ലസ്റ്റർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ വാർണിംഗ് ലൈറ്റുകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ്. ട്രാൻസ്മിഷൻ നോബ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ നോക്കൂ, കാർട്ടിയറിന്റെ ഒരു ക്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഈ കളർ ഒരു പുതുതായിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷേ ഗംഭീര സീറ്റ് ആട്ടോ. നമുക്ക് ആംബ്രസ്റ്റ്, അതുപോലെ തന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ക്ലാസ്സിയാണ്. ഇനി ഇതിന്റെ കീ വരുന്ന ഇതാട്ടോ. ഇത് ഇവിടെ ഇട്ടിട്ട് മൊത്തം യൂണിറ്റ് ഒന്നാകത്തിരിക്കലാണ് പരിപാടി.